ഇടി പാറു, എണീക്കടി. നിനക്ക് ഈ പകലുറങ്ങാൻ കഴിയില്ലല്ലേ? എണീക്ക്. നിനക്ക് നട്ടുച്ചയ്ക്ക് ഉറങ്ങുന്നതും പോരാ, എന്നിട്ട് പാട്ട് കൂടി ഉണ്ടല്ലേ? ഇപ്പൊ ശരിയാക്കി തരാടിട്ടോ അങ്ങനെ. പാറു, എന്തെന്നാ എന്റെ വിചാരം? രാവിലെ ഉറങ്ങുന്നു, ഉച്ചക്ക് ഉറങ്ങുന്നു, രാത്രി ഉറങ്ങുന്നു. നീ എന്താ കുംഭകർണന്റെ അനീതിയാണോ? അതെന്താ അവിടെ ഒരു ശബ്ദം? ഒരു മിനിറ്റ് മനുഷ്യന് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂല. ഞാനും ചേച്ചി ഇവിടെ ചുമ്മാ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അമ്മ അവിടെ ഭക്ഷണം തയ്യാറാക്കിക്കോട്ടോ. ആ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചട്ടവും കൊണ്ടുവരും. Hey Ammu, how dare you are? What are you doing with me? If you come with me, I will beat your nose. ഇംഗ്ലീഷ് പേപ്പറിൽ A ഗ്രേഡ് വാങ്ങിച്ചെന്ന് വെച്ച് ഇംഗ്ലീഷിൽ തെറിവിളിക്കാന്ന് വിചാരിച്ചോ? ഡേ, ഇതൊക്കെ ഫുൾ മിസ്റ്റേക്ക് ആടി. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആരോ വന്നല്ലോ. ആരായാലും അകത്തേക്ക് കടന്നു വരൂ. ഹായ് മാളു, ഹൗ ആർ യു? ശ്രീലക്ഷ്മിയാ, എന്താടി ഈ സമയത്ത്? അകത്തേക്ക് വാ. ഇതെന്താ കയ്യിൽ കറുത്ത കളർ ക്യാരി ബാഗ്? എനിക്ക് കറുത്ത ഹൽവ കൊണ്ടുവന്നതാണോ നീ? ഇത് കറുത്ത ഹലുവ ഒന്നുമല്ല, എന്റെ കറുത്ത ഷൂക്ക് മാച്ചായിട്ടുള്ള കറുത്ത ക്യാരി ബാഗ്. ഇതെന്താ ഷൂക്ക് മാച്ചായിട്ട് ക്യാരി ബാഗ് കൊണ്ടുവന്നതാ? അത് വിട്. അതിനകത്തെന്താടി? അതൊന്നുമില്ല മാളു, ഇതിനകത്ത് ഈ ബുക്കാ വെച്ചത്. ഇതെന്താടി ഫുൾ കളർ ബുക്കല്ലോ? ഇതെന്താ കഥ ബുക്കാണോ? പുതിയ കഥ ബുക്കാ? ഡീ മാളു, കണ്ണ് തുറന്നൊന്ന് നോക്കിയേ. ഈ ബുക്ക് നീ കണ്ടിട്ടില്ലേ? ഇത് നമ്മുടെ മാത്സ് ബുക്കാടി. മാത്സ് ബുക്കാ? അതെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അതില്ലേ മാളു, മാത്സ് ഹോംവർക്കിൽ എൻ്റെ ചെറിയൊരു ഡൗട്ട് അത് ചോദിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ബുക്കും കൊണ്ട് വന്നത്. മാത്സ് ഡൗട്ട് ചോദിക്കാനാണോ ഇവളുടെ അടുത്ത് വന്നത്? അല്ല, നിനക്ക് മാത്സിൽ 1 2 3 വരെ അറിയില്ല. നിന്നോട് ഹോംവർക്കിൽ വന്ന ഡൗട്ട് ചോദിക്കാനാണ് ഇവിടെ വന്നതെന്ന്. ആർക്കായാലും ചിരി വരില്ലേ? എനിക്ക് 1 2 3 ഒക്കെ നന്നായി അറിയാം. നോവായി സംസാരിക്കല്ലേ? ഇടിച്ച് നിന്റെ മണ്ട ഷേപ്പാക്കും. ഇവിടെ എന്താ ഒരു ശബ്ദം? സമാധാനമായിട്ട് ഭക്ഷണം തയ്യാറാക്കാന്ന് വെച്ചാൽ അതിന് കൂടി നിങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ എന്താ ശബ്ദം? എപ്പോൾ നോക്കിയാലും വഴക്കന്നെ. മനുഷ്യനൊരു ഇത്തിരി സമാധാനം പോലും തരില്ല. ഹായ് ആൻറ്റി. ലക്ഷ്മി മോളെപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ ആൻറ്റി. അതെ, മാത്സ് ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട്, അത് മാളുവിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എന്ത്? ഇവളോട് ഡൗട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു വന്നതാ? എടി ലക്ഷ്മി, നിന്റെ ക്ലാസ്സിൽ ആരുമില്ല മോളെ ഡൗട്ട് ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാന്? ഇവിടെ അടുത്ത് തന്നെ നിനക്ക് വരണോ? ആൻറ്റി, മോള് നന്നായിട്ട് തന്നെ പഠിക്കുമല്ലോ. എന്ത്? ഇവള് നന്നായി പഠിക്കുന്നോ? ഇവൾക്ക് പഠിപ്പിക്കുന്ന മാഷ പേര് പോലും അറിയില്ല. നീ മാളു പറഞ്ഞേ, നിന്റെ കണക്ക് മാഷിന്റെ പേരെന്താ? കണക്ക് മാഷിന്റെ പേരിലാണ് കാര്യം, പഠിക്കുന്നതിലല്ലേ കാര്യം. എന്ത് വേണമെങ്കിലും ചെയ്യും. നീ മോളെ ലക്ഷ്മി, ഞാൻ ഭക്ഷണം തയ്യാറാക്കി വരാട്ടോ. നീ അതുവരെ ഇവിടെ തന്നെ ഇരുന്നു. ശരി ആൻറ്റി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ പാറു, വാ നമുക്ക് പഠിക്കാം, വാ. എന്ത് പഠിക്കണമെന്നാ? ശരി. എന്തുവാ പാറു നീ ചുമ്മാ ഇരിക്കുന്നത്? നിന്റെ മാത്സ് ബുക്ക് എടുക്ക്. ശരി, ഇപ്പൊ എടുക്കാം. ഞാൻ ബുക്ക് കൊണ്ടുവന്നതാ, നമുക്ക് പഠിക്കാം. A plus B all square is equal to A square plus B square plus 2AB. Lakshmi all square is equal to Lakshmi square plus Lakshmi square plus 2 Lakshmi. മതി പാറു കളിച്ചത്. നമുക്ക് പഠിക്കാന്നല്ലേ പറഞ്ഞത്. A minus B all square is equal to A square plus B square minus 2AB. Chicken plus biryani is equal to chicken biryani all square. Mutton plus biryani is equal to mutton biryani all square. എന്ത് പാറു, എന്ത് പറ്റി നിനക്ക്? പഠിക്കുന്ന സമയത്താണോ ഭക്ഷണത്തിന്റെ ഓർമ്മ?
അതൊന്നുമില്ല ലക്ഷ്മി, വിശക്കുന്നെന്ന് പറഞ്ഞിട്ടേ എന്റെ വയറ് സൈറൺ വിളിക്കാൻ തുടങ്ങി. എടി നീർക്കൂലി, പഠിക്കാൻ തുടങ്ങിയിട്ട് 30 സെക്കൻഡ് പോലും ആയിട്ടില്ല, അതിനു മുമ്പേ തന്നെ നിനക്ക് വിശക്കാൻ തുടങ്ങിയോ? ശരിക്കും പഠിക്കേ, എനിക്കിപ്പോ ഭക്ഷണമേ തരുന്നില്ല. ചോറ് കഴിക്കാതെ എനിക്ക് വല്ലാത്ത വിശക്കുന്നു ചേച്ചി. അതുകൊണ്ട് എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായി പഠിക്കാം. ചേച്ചി പെട്ടെന്ന് അമ്മയോട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞേ. അത് ശരിയാ പറ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടായിട്ട് പഠിക്കാം. എടി ലക്ഷ്മി, നീ വളരെ നല്ല പെണ്ണ്, നല്ല തങ്കപ്പെട്ട മനസ്സുള്ള പെണ്ണ്, നന്നായി പഠിക്കുന്ന കുട്ടിയൊക്കെ. നീ ഇവളുടെ കൂടെ ചേർന്നാലോ നിന്റെ പഠിപ്പും ഉണ്ടാവില്ല, നല്ല കുട്ടി എന്നുള്ള പേരും പോവും, എല്ലാം പോവും. അതുകൊണ്ട് നീ ഇവള് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വിട്ട് വേറെ ആരെങ്കിലും കൂട്ടുപിടിക്കും. ചേച്ചി, നീ എന്റെ ഫ്രണ്ടിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നോ? ഇങ്ങോട്ട് നോക്കി, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ പഠിക്കുമെന്ന് നോക്കി. മക്കളെ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ ഭക്ഷണം കൊണ്ടുവരുന്നേ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ. ഹായ്, ഭക്ഷണം റെഡി, ഭക്ഷണം റെഡി. ഹേയ് ഹേയ് ഹേയ്. ഓ, നിന്റെ ചിരി കണ്ടാത്തൊന്നും നിന്നേ വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹേ പാറു, ഇന്ന് നിന്റെ വീട്ടിൽ എന്താ ഭക്ഷണം? ഇത് ലക്ഷ്മി, ഇന്ന് നീ വന്നതല്ലേ, അതുകൊണ്ട് ചിലപ്പോ അമ്മ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടാവും. മക്കളെ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടാ, വാ കഴിക്കേ. ഇന്ന് മക്കളെ കഴിച്ചോ ഭക്ഷണം? ഇതെന്തെന്ന് ചെറുപയറോ? ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചാൽ ചെറുപയർ കൊണ്ടുവന്നതാ? എന്റെ ഫ്രണ്ടൊക്കെ വന്നതല്ലേ, ഇപ്പൊ ബിരിയാണി ഒക്കെ വെച്ചോളാമോ? ഇപ്പൊ ഇത് കഴിച്ചോ, വൈകുന്നേരം നിങ്ങൾക്ക് നല്ല സ്നാക്സ് ഉണ്ടാക്കി തരാം. ഇത് ലക്ഷ്മി, നിനക്ക് ചെറുപയർ ഇഷ്ടമല്ലേ മോളെ? അതെ ആൻറ്റി, എൻ്റെ ഫേവറേറ്റ് ഭക്ഷണമാണ് ചെറുപയർ. അമ്മേ, എനിക്കും ലക്ഷ്മിക്കും ചെറുപയർ മതി. മാൾക്ക് മാത്രം വേറെ എന്തെങ്കിലും കൊടുത്തോ. അവിടെ ഇന്നത്തെ കഞ്ഞിയില്ലേ, അതെടുത്ത് കൊടുത്താൽ മതി. ഇവൾക്കല്ലേ ഇത് വേണ്ടാന്ന് പറഞ്ഞത്. എനിക്കും ഇത് തന്നെ മതി അമ്മേ. വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കുമല്ലോ, എനിക്ക് അല്ലെങ്കിലേ വിശന്നിട്ട് വയ്യ, കൂടുതൽ കത്തുന്നു. എനിക്കത് തന്നെ മതി. വിശക്കുമ്പോ എന്നും പോകും അല്ലേ പാറു? നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.